എല്ലാം കൊണ്ടും മടുത്തുപോയൊരു ജനത ഒരു മാറ്റം വേണമെന്ന ആഗ്രഹത്താൽ കനിഞ്ഞു നൽകിയതാണ് 102 സീറ്റിലെ തിളങ്ങുന്ന വിജയം. അതോടൊപ്പം നെഞ്ചുവിരിച്ച് നട്ടെല്ല് നിവർത്തി മുന്നിൽ നിന്നൊരു കാലഘട്ടത്തിന് വേണ്ടി പൊരുതാൻ ഒരു നേതാവുണ്ടെന്ന ആശ്വാസമാണ് കേരള ജനതയെ UDFനെ അധികാരത്തിലേക്ക് പറഞ്ഞയക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ അതവരെ മാറ്റി ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തിക്കരുതെൻ്റെ കോൺഗ്രസെ. ഫലമറിഞ്ഞൊരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി തീരാതെ തുടക്കത്തിലെ മുഷിപ്പുണ്ടാക്കാതിരുന്നുകൂടെ? ഒരു മുന്നണിയായി മത്സരിച്ച് 140 മണ്ഡലങ്ങളിലും കട്ടക്ക് കൂടെ നിന്ന ഘടകകക്ഷിയിലെ പ്രധാന പാർട്ടിയോട് മുഖ്യമന്ത്രി ചർച്ചയിൽ എന്ത് കാര്യമെന്ന് ചോദിക്കാൻ പോലും ഉളുപ്പില്ലാത്ത നേതാക്കന്മാരാണോ അടുത്ത 5 വർഷക്കാലം കേരളത്തെ നയിക്കുന്നതെന്ന് മലയാളികൾ പോലും ചോദിച്ചു തുടങ്ങി. അതെ, ഇപ്പോൾ നിങ്ങൾ നേടിയ തിളക്കമാർന്ന വിജയത്തിന് ഒട്ടും അഹങ്കരിക്കരുത് എന്നേ പറയാനുള്ളൂ. ഒരാളും ചോദിക്കാനും പറയാനും പാടില്ല, ചോദിക്കുന്നവരോട് അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന അഹങ്കാരത്തിന് കേരള ജനത തിരിച്ചടി നൽകിയിട്ട് ആഴ്ചയൊന്നേ ആയിട്ടുള്ളൂ. ആ ജനതയോട് ഇത് വേണ്ടില്ലായിരുന്നു എന്ന് പറയിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കരുത് എന്ന ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. കേരളം സമ്മാനിച്ച തിളക്കമാർന്ന ഈ വിജയത്തിന് പിന്നിൽ അരയും തലയും മുറക്കി ജനങ്ങൾക്കൊപ്പം പ്രയത്നിച്ചയാൾ മുഖ്യമന്ത്രിയാവട്ടെ. അല്ലാതെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന പ്രവണത ഒഴിവാക്കണം എന്ന് മാത്രമേ ഒരപേക്ഷയുള്ളൂ.